Hi all. Unit 4 Rhetorical modes of writing ആണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഏരിയാസ് നമ്മൾ തുടങ്ങുന്നത് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റിലൂടെയാണ്. സോ ലെറ്റ്സ് സീ വാട്ട് ഈസ് ദിസ് കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ്. The definition is a compare or contrast essay presents similarities and differences. എന്തൊക്കെയാണ് അതിൻ്റെ സിമിലാരിറ്റീസ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡിഫറൻസസ് എന്നുള്ള രീതിയിലാണ് കമ്പാരിസൺ കോൺട്രാസ്റ്റ് വരുന്നത്. കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, സാമ്യങ്ങൾ എന്തൊക്കെയാണ്, കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസസ് ആണ്. അപ്പോൾ ആക്ച്വലി കമ്പയർ കോൺട്രാസ്റ്റ് എസ്സേ പ്രസൻറ്റ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. We could see two type of comparison and contrast essay. Two types. Let's see which are they. Type 1. In type 1 comparison contrast essay, you could see following points. Introduction, then there will be a comparison section, follows contrast section, and finally a conclusion. In type 2, there will be three types of paragraphs: introduction, body paragraphs, and conclusion. ഈ രണ്ട് രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, കമ്പാരിസൺ കോൺട്രാസ്റ്റ് ചെയ്യാം. ടൈപ്പ് 2 വരുമ്പോൾ ഈ ബോഡി പാരഗ്രാഫ്സിൽ സിമിലാരിറ്റീസും ഡിഫറൻസസും ഒരേ പാരഗ്രാഫുകളിൽ പറഞ്ഞു പോകുകയാണെങ്കിൽ, ടൈപ്പ് 1 കമ്പാരിസൺ സെക്ഷൻ ആദ്യം പറഞ്ഞു, അതിനുശേഷം കോൺട്രാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കുന്ന രീതിയാണ് ടൈപ്പ് 1. അതാണ് ഒരു മേജർ ഈ രണ്ട് ടൈപ്പ് 1 ടൈപ്പ് 2 തമ്മിലുള്ള വ്യത്യാസം. കമ്പാരിസൺ കോൺട്രാസ്റ്റ് എസ്സേയിൽ ബേസിക്കലി സിമിലാരിറ്റീസും ഡിഫറൻസുമാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. In some of the signal words, in connection with the we could see following words also, not only but also both in a similar fashion. Likewise, to compare both this and that similarly എന്നൊക്കെ ഉള്ളത് കമ്പാരിസന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡിംഗ് ആണ്. ഇനി കോൺട്രാസ്റ്റ് ആണ് വരുന്നതെങ്കിൽ whereas, while, however, on the other hand, unlike, in contrast, ഇതെല്ലാം സിഗ്നൽ വേർഡ്സ് ആണ്. സോ കമ്പാരിസനും കോൺട്രാസ്റ്റിനും വേറെ വേറെ സിഗ്നൽ വേർഡ്സ് ആണ്. കാരണം കമ്പാരിസൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമിലാരിറ്റീസ് കാണിക്കുക എന്നാണ്, കോൺട്രാസ്റ്റ് ഡിഫറൻസസ്. അപ്പോൾ അതിനനുസരിച്ച് സിഗ്നൽ വേർഡ്സും മാറും. സിഗ്നൽ വേർഡ്സ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കമ്പാരിസൺ ആണ് കോൺട്രാസ്റ്റ് ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. സം ഓഫ് ദ സാമ്പിൾ ടോപ്പിക്സ്, ഫോർ എക്സാമ്പിൾ LCD TV LED TV തമ്മിലുള്ള വ്യത്യാസങ്ങൾ, നമ്മൾ അത് അവിടെ വ്യത്യാസങ്ങളും അത് തമ്മിലുള്ള സാമ്യങ്ങളും നമുക്ക് വേണമെങ്കിൽ കമ്പാരിസൺ കോൺട്രാസ്റ്റിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആൻഡ് iOS, ദെൻ ആസ്ട്രോളജി വേഴ്സസ് അസ്ട്രോണമി, ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ്, urban colleges വേഴ്സസ് റൂറൽ കോളേജസ്, ഇവിടെയെല്ലാം കമ്പാരിസൺ ആൻഡ് കോൺട്രാസ്റ്റ് കൊണ്ടുവരാൻ പറ്റുന്ന സാമ്പിൾ ടോപ്പിക്സ് ആണ്. ഇനി അടുത്തൊരു ഏരിയയാണ് കോസ് ആൻഡ് ഇഫക്റ്റ്. ദ വെരി വേർഡ് സജസ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് rhetorical mode of writing is this. A cause and effect essay deals with causes, effects, or both causes and effects of an issue, a phenomena, or an event. അപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് ആയിരിക്കും ബേസിക്കലി ഇവർ ഒന്നെങ്കിൽ കോസ് അല്ലെങ്കിൽ ഇഫക്റ്റ് അല്ലെങ്കിൽ ഇത് രണ്ടും വരുന്ന രീതി ഉള്ള ഒരു ആഖ്യാനമാണ് കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ റെലവൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, വെൻ സംബഡി മിസ്സസ് ദ ബസ് ടു ദ കോളേജ്, ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, കോസസ് എന്തൊക്കെയാണ് കാരണങ്ങൾ, ചിലപ്പോൾ ലേസിനെസ് ആവാം, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ആവാം. അപ്പോൾ ഇങ്ങനെയുള്ള കോസസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇതിൻ്റെ ഇഫക്റ്റുകളുണ്ട്, അതുവഴി എന്തൊക്കെ സംഭവിക്കും, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ലെക്ചറുകൾ നഷ്ടപ്പെട്ടു പോകും, ഷോർട്ടേജ് ഓഫ് അറ്റൻഡൻസ്, മറ്റ് അനുബന്ധമായിട്ടുള്ള ഇഫക്റ്റുകളുണ്ടാവും. സോ ഹിയർ യു ആർ ആക്ച്വലി മേക്കിംഗ് കോസ് ആൻഡ് ഇഫക്റ്റ് കൈൻഡ് ഓഫ് റൈറ്റിംഗ് ആണ് നിങ്ങളിവിടെ ചെയ്യുന്നത്. ഇതൊരു എക്സാമ്പിൾ, ഒരു സാമ്പിൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കോസ് ആൻഡ് ഇഫക്റ്റിൻ്റെ കുറച്ച് സിഗ്നൽ വേർഡ്സ് ആണ്. അക്കോർഡിംഗ്ലി, ആസ് എ റിസൾട്ട്, ബിക്കോസ്, കോൺസിക്വൻ്റ്ലി, ഡ്യൂ ടു, ഹെൻസ്, നെവർത്ത്ലെസ്, സിൻസ്, ദസ്, യെറ്റ്, ഈഫ്, ദെൻ, ഇതെല്ലാം സിഗ്നൽ വേർഡ്സ് ആണ്. ഈ സിഗ്നൽ വേർഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ദേ ആർ ആക്ച്വലി ബ്രിങ്ങിങ് കോസ് ആൻഡ് ഇഫക്റ്റ്. Sample topics. What are the cause and effects? Demonetization of high denomination notes. അപ്പോൾ നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറൻസിയുടെ 2000 രൂപയും 500 രൂപയും അവതരിപ്പിച്ച ഡിമോണിറ്റൈസേഷനാണ്. അപ്പോൾ അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റിനെ പറ്റി പഠിക്കുന്നു. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഇഫക്റ്റ് ഓഫ് ദ കോളേജ് സ്റ്റുഡൻസ്, എങ്ങനെ അത് എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് അത് നമുക്ക് കോസ് ആൻഡ് ഇഫക്റ്റിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഒബേസിറ്റിയെ പറ്റി, ഒബേസിറ്റി
കുട്ടികളിലുണ്ടാകുന്ന അമിതവണ്ണത്തെ പറ്റിയുള്ള കോസ് ആൻഡ് ഇഫക്റ്റിനെ പറ്റിയുള്ള പഠനം, കോസ് ആൻഡ് ഇഫക്റ്റ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാം. ഇതെല്ലാം സാമ്പിൾ ടോപ്പിക് ഏരിയാസ് ആണ് വേർ യു ക്യാൻ അപ്ലൈ കോസ് ആൻഡ് ഇഫക്റ്റ് എസ്സേ ടൈപ്പ് ഓഫ് റൈറ്റിംഗ്. അടുത്ത ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ എന്ന് പറഞ്ഞ വേർഡിൽ തന്നെയുണ്ട് ഇറ്റ് ഡിഫൈൻസ് അല്ലേ. ഡെഫിനിഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഡിഫൈൻസ്. എ ഡെഫിനിഷൻ ഈസ് എ വേ ഓഫ് എക്സ്പ്ലെയിനിങ് എ വേർഡ് ഓർ ഫ്രേസ്, അല്ലെങ്കിൽ ഇറ്റ് ഗീവ്സ് ആൻ എക്സ്പ്ലനേഷൻ. ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് ആൻ എക്സ്പ്ലനേഷൻ. എ ഡെഫിനിഷണൽ എസ്സേ ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ഡെഫിനിഷൻ. Some of its guidelines. എന്തൊക്കെയാണ് ഇതിൻ്റെ ഗൈഡ് ലൈൻസ്? അണ്ടർസ്റ്റാൻഡിങ് ദി ഓഡിയൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് യുവർ ഓഡിയൻസ്. പിന്നെ ഡിപ്പെൻഡിങ് ഓൺ ദ വേരിയിങ് പർപ്പസ് ദ ടോൺ ഓഫ് ദ പേപ്പർ ഈസ് ടു ബി മോഡിഫൈഡ്. എന്താ പറയുക, പേർപ്പസ് അനുസരിച്ച് ഇതിൻ്റെ ടോൺ ഓഫ് ദ ഇതിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയിലും അതിൻ്റെ എന്താ പറയുക മോഡിഫിക്കേഷൻസ് നമുക്ക് നടത്താം. ദ റൈറ്റർ ക്യാൻ ഡിഫൈൻ സംതിങ് ഇൻ എ ന്യൂവർ വേ. ഒരു ന്യൂവർ വേയിൽ ഇത് അവതരിപ്പിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ദ റൈറ്റർ ക്യാൻ മേക്ക് എ new coinage provided he is logical and clear and can substantiate the need for a such coinage. നമുക്ക് പുതിയതായിട്ടൊരു വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഡീഗ്രീനിങ് സൈക്കിൾ. ഡീഗ്രീനിങ് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ്സ് എ ന്യൂ വേർഡ് കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു എന്താ പറയുക ഗ്രീൻ സർഫസിനെ മുഴുവൻ ഇല്ലാതെയാക്കി പിന്നീട് വീണ്ടും ആ ഗ്രീൻ സർഫസിനെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു പ്രോസസ്സിനെ ഡീഗ്രീനിങ് സൈക്കിൾ എന്ന് പറഞ്ഞൊരു വേർഡ് വോൾ എന്ന് പറഞ്ഞ സിനിമയിലൂടെ അവതരിപ്പിച്ചു. അപ്പോൾ ആ വേർഡ് പുതിയതായൊരു കോയിനേജാണ്. അത് സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്ത് ഡയറക്ടർ അത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതവിടെ വ്യക്തമായി, അല്ലെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും എന്താണ് ഈ ഡീഗ്രീനിങ് സൈക്കിൾ എന്നുള്ളത്. സോ ആക്ച്വലി ഡീഗ്രീനിങ് സൈക്കിൾ എന്ന് പറഞ്ഞ വേർഡ് ഒരു ന്യൂ കോയിനേജായി മാറി. അത് പിന്നീട് നമ്മൾ പഠിക്കുന്നു. ഇപ്പോൾ സെൽഫി എന്ന് പറഞ്ഞ വേർഡ് ആക്ച്വലി ഒരു ഫോട്ടോ സെൽഫ് മോഡിൽ എടുക്കുന്ന ഒരു ഫോട്ടോഗ്രാഫിയെ നമ്മൾ സെൽഫി എന്നുള്ള പേരിലേക്ക് അത് നമ്മൾ പുതിയൊരു കോയിനേജ് ആക്കി കൊണ്ടുവന്നു. അത് പിന്നീട് നമ്മുടെ എല്ലാവരും ഒരു കസ്റ്റമറി വേർഡായി മാറി സെൽഫി. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഓൺ ദ ടേം വിൽ എൻറിച്ച് ദ ഡെഫിനിഷണൽ എസ്സേ. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് തരാതെ ഒരിക്കലും നമുക്ക് ഈ ഡെഫിനേഷൻ പ്രോപ്പറാണെന്ന് പറയാൻ പറ്റത്തില്ല. ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അല്ലെങ്കിൽ ഒരു ഡെഫിനേഷനിൽ എസ്സേയെ കുറച്ചും കൂടെ എൻറിച്ച് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. The writer has to give dictionary definition and also the etymological details of the term. ഇപ്പോൾ പുതിയതായിട്ടൊരു ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പുതിയതായിട്ടൊരു ടേം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ ഒരു ടേമിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ എറ്റിമോളജിക്കലായിട്ടും അത് എവിടെ നിന്ന് വന്നു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ആ ഡെഫിനേഷൻ കുറച്ചും കൂടെ വളരെ സബ്സ്റ്റാൻഷ്യേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇറ്റ്സ് ആക്ച്വലി ഗൈഡ് ലൈൻസ് വെൻ യു ഡിഫൈൻ സംതിങ്. ഇനി അടുത്ത പ്രോസസ് അനാലിസിസ് ആണ്. എങ്ങനെ ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുന്ന ആഖ്യാന രീതിയാണ് പ്രോസസ് അനാലിസിസ്. എ പ്രോസസ് അനാലിസിസ് എക്സ്പ്ലെയിൻസ് ഹൗ സംതിങ് ഹാപ്പൻസ് ഓർ വർക്ക്സ് ഓർ ഹൗ ടു ഡു സംതിങ്. The main object of a process analysis essay or paragraph is to explain the steps involved in doing something. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ അത് സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള അവതരണമാണ് ആക്ച്വലി പ്രോസസ് അനാലിസിസ്. നമുക്ക് ഡയറക്ഷണൽ പ്രോസസ് അനാലിസിസ് ഉണ്ട്, ഇൻഫർമേഷണൽ പ്രോസസ് അനാലിസിസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ കുക്ക് ബുക്ക്, യൂസർ മാനുവൽ, ഹൗ ടു അസംബിൾ എ കമ്പ്യൂട്ടർ, ഹൗ ടു സർവൈവ് ആൻ earthquake എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഡിറക്ഷണലാണ്. ഇനി ഇൻഫർമേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ ബീസ് മേക്ക് ഹണി, അത് ഇൻഫർമേറ്റീവാണ്. എൻജിൻ വർക്ക് ചെയ്യുന്നത്, എയറോപ്ലെയിൻ ഫ്ലൈ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതൊക്കെ ഇൻഫർമേഷണൽ. ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഡയറക്ഷൻ കൊടുക്കുകയാണ്, ആദ്യം നിങ്ങൾ ഇതെടുക്കുക, അതിനുശേഷം ഇത് ചെയ്യുക എന്നുള്ള നമ്മൾ ഓരോന്ന് ക്രമമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഡിറക്ഷണലാണ്. ഇൻഫർമേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തരുന്ന അറിവാണ്, ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള നമുക്കൊരു അറിവ് തരുന്നതാണ് ഇൻഫർമേഷണൽ. സോ ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഡിറക്ഷണൽ ഓരോ ഡയറക്ഷൻ നമുക്ക് തരും. ഇൻഫർമേഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോസസ്സിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് തരും. സോ ബോത്ത് ആർ ഡിഫറെൻറ്റ്. അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ നിങ്ങളിത് ചെയ്യണം, ഇത് ചെയ്ത് എങ്ങനെ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും എന്ന് പറയുന്നതാണ് ഡയറക്ഷണൽ. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടറിൻ്റെ ഓരോ പാർട്സുകൾ ഇങ്ങനെ അസംബിൾ ചെയ്ത് നമുക്ക് ആ ഫൈനൽ ഡെസ്ക്ടോപ്പിലേക്ക് നമ്മളെ എത്തിക്കുന്നു. ഇനിയിപ്പം എങ്ങനെയാണ് കാറിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമ്മളെ പറഞ്ഞു തരികയാണ്, ഇൻഫർമേഷൻ തരികയാണെങ്കിൽ
ഇറ്റ് ഈസ് ആക്ച്വലി ഇൻഫർമേഷണൽ. അതേസമയം കാറിൻ്റെ എൻജിൻ നമ്മൾ ഊരി അതിൻ്റെ എന്തെങ്കിലും അസംബിൾ ചെയ്യാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഡയറക്ഷൻ, നോട്ട് ഇൻഫർമേഷണൽ. ഇനി സം ഓഫ് ദ ട്രാൻസിഷണൽ വേർഡ്സ് ഫ്രേസസ് ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ നമ്മൾ ട്രാൻസിഷണൽ ഫ്രേസസ് നമ്മൾ കൂടുതൽ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോസസ് അനാലിസിസ് നടത്തുന്നത്. ഇനീഷ്യലി യു ടേക്ക് എന്നൊക്കെ പറയുന്നത്, സെക്കൻഡ്ലി എന്നൊക്കെ പറയുമ്പോൾ ഫൈനലി എന്നുള്ള വേർഡൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആക്ച്വലി ട്രാൻസിഷണൽ ഫ്രേസസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഫോർ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഫോർ ദ സെക്കൻഡ് സ്റ്റെപ്പ്, ആഫ്റ്റർ വേർഡ്സ്, അറ്റ് ദ സെയിം ടൈം, concurrently, then, while that is happening, initially, then, subsequently, ഇത്തരത്തിലുള്ള വേർഡുകൾ ഉപയോഗിക്കുന്ന ട്രാൻസിഷണൽ ഫ്രേസസ് which can be made use when you write process analysis way of writing. അടുത്ത വളരെ ഈസി ആയ ഒരു ടോപ്പിക് ഏരിയയാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. വാട്ട് ഈസ് ദിസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ? The general purpose of classification and division is to break broad subjects into a smaller parts. അപ്പോൾ നമുക്ക് എന്താ പറയുക, ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും വലിയൊരു ടോപ്പിക് ഏരിയനെ ഒരു സ്മോളർ മീനിയേച്ചർ ഫോമിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ ഓഫ് റൈറ്റിംഗ് ആണ് ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഇൻ അക്കാഡമിക് റൈറ്റിംഗ്, എ ക്ലാസിഫിക്കേഷൻ ഓർ ഡിവിഷൻ essay analyzes people, things or ideas, categorizing them into groups and classes. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആസ് വെൽ ആസ് ടു ഇവാലുവേറ്റ് ദ തിങ്സ്. ഒരു സാമ്പിൾ നോക്കാം. യു ജി കോഴ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു BA, BSc, BCom എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു. എന്തിനാ അത്തരത്തിലുള്ളൊരു കാറ്റഗറൈസേഷൻ നടത്തുന്ന? BA എന്ന് പറയുമ്പോൾ ബാച്ചലർ ഓഫ് ആർട്സ് ആണ്, പിന്നെ BSc എന്ന് പറയുമ്പോൾ ബാച്ചലർ ഓഫ് സയൻസ് സബ്ജക്ട്സ് ആണ്, ബാച്ചലർ ഓഫ് കൊമേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിഫറെൻറ്റ് സ്ട്രീംസ് ആണ്. ആർട്സ്, സയൻസ്, കൊമേഴ്സ്, അതിൻ്റെ അതെല്ലാം മാറും. പിന്നെ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ഏരിയ മാറുന്നതിനനുസരിച്ച് യു ജി കോഴ്സിനെ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അതൊരു ആക്ച്വലി ക്ലാസിഫിക്കേഷൻ ഡിവിഷൻ്റെ ഒരു സാമ്പിളാണ്. ഫിക്ഷൻ വർക്ക്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു നോവൽ, നൊവല്ല, ഷോർട്ട് സ്റ്റോറീസ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ നടത്തുമ്പോൾ ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാം, എനിക്ക് കിട്ടിയിട്ടുള്ള കളക്ഷൻ ഓഫ് സ്റ്റോറീസിനെ മുഴുവൻ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അത് ഇതിൽ തരംതിരിക്കാൻ പറ്റും. ഇതിൽ ഏതൊക്കെയാണ് നോവൽസ്, ഇതിൽ ഏതൊക്കെയാണ് നൊവല്ല, ഏതൊക്കെയാണ് ഷോർട്ട് സ്റ്റോറീസ് എന്നെനിക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. So that is the way where you can apply classification and division, and analysis will be very easy when you do such classification and divisions. Some of the sample topics, types of hobbies ഇതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ types of dress styles, types of exercises, types or reality shows on TV, types of websites, types of video games എന്നൊക്കെ പറയുമ്പോഴത്തേക്കും തന്നെ വ്യക്തമാണ്. You can use classification and division to explain this better. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ റെട്രിക്കൽ മോഡ്സ്. യൂണിറ്റ് 4-ലെ ഡിഫറെൻറ്റ് റെട്രിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം പരിചയപ്പെട്ടു, വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. സോ ദീസ് ആർ ദ റെട്രിക്കൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ്. സോ താങ്ക് യു.